ഹായ് ഫ്രണ്ട്സ്. ഹായ്. അപ്പം ഇന്ന് നമ്മൾ ഒരു അടിപൊളി മീനിൻ്റെ തലക്കറി കണ്ടാ വയ്ക്കാൻ പോകണം. വലിയ മീനിൻ്റെ തലയാണ് മേടിച്ചു വന്നിരിക്കുന്നത്. ഒരു 4 തല മേടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതുകൊണ്ട് ഒരു അടിപൊളി വെറൈറ്റി കറിയാണ് വയ്ക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് ഈ തലയുടെ ഈ ചിറക് വശം കണ്ടോ, ഒരു വലിയ ചിറകാണ്. ഈ ചിറകൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞ് ഒന്ന് റെഡിയാക്കി വെക്കട്ടെ. ഈ കത്രിക ആയിട്ടാണ് മുറിച്ച് കളയുന്നത്. ഇത് മീൻ മുറിക്കണ കത്രികയാണ്. ഉണ്ടോ ഉണ്ടോ, ഇതൊന്ന് മുറിച്ച് കളയാം. നമുക്കിതിൻ്റെ ചെതമ്പലൊക്കെ ഒന്ന് നന്നായി ചെത്തി കളയാം. ഉണ്ടോ, ഇതിൻ്റെ ഭാഗത്ത് ചെതമ്പലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മീനിൻ്റെ തല മൊത്തം നേരാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇതിൻ്റെ ചെതമ്പലൊക്കെ പരമാവധിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ചെതമ്പലൊന്നും ഇല്ല. ഉണ്ടോ, വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉൾവശം നമ്മുടെ മീൻ മൊത്തം കഴുകി വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നിർത്തി വയ്ക്കാം. നമ്മുടെ അടുപ്പൊക്കെ നന്നായി കത്തി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചട്ടി വയ്ക്കാൻ പോവാണ്. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഉണ്ട്. നമുക്ക് നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒരു 1/2 കിലോ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി അരിഞ്ഞതാണ്. ഒരു 1/2 കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇടാൻ പോവാണെങ്കിൽ ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് കളറൊന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ചെറിയുള്ളി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ല കളറൊക്കെ മാറി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 3-4 തക്കാളി അരിഞ്ഞുണ്ട്. കുറച്ച് പച്ചമുളകും ഉണ്ട്. ഒരു 5-6 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയൊരു 4 ടീസ്പൂൺ നമുക്ക് മറ്റേ ഇതുണ്ട്, വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച പേസ്റ്റാണ് കേട്ടോ. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ടീസ്പൂൺ ഉണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്കായിട്ട് ആവശ്യമുള്ള മസാലയൊക്കെ ചേർത്തെടുക്കും. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മുളക് പൊടിയാണ്.
മുളക് പൊടി ഒരു 3-4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് കാശ്മീരി ചില്ലിയാണ്. ഇതൊരു 50 ഗ്രാം കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 50 ഗ്രാം കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നടത്തി നല്ല വാളംപുളിയാണ് ഇട്ടത്. വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചാണ്. നമ്മുടെ തല വേഗമുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ തോനെ വെള്ളം ഒഴിച്ചു കൊടുക്കണം, നല്ല തല നന്നായി അതിൽ കിടന്ന് വേഗമുള്ളൂ. നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് തല ഇതിൽ ഇടാൻ പോകണം കേട്ടോ. കറിയിൽ വലിയ തലയാണ്. എടുത്തിട്ടോ ഈ ഗ്രേവിയൊക്കെ കുറച്ച് ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായി തിളച്ച് വരുന്ന വരെ നമുക്ക് എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായി വേവണം തോന്നുന്നു. നമുക്കൊന്ന് അടച്ചു വെക്കാം നന്നായിട്ട്. നമുക്കിനി ഇതിന് മൂടി ഒന്ന് തുറന്നു നോക്കി നോക്കാം കേട്ടോ. കുറച്ച് നേരമായി നമ്മൾ വെച്ചിട്ട് നമുക്കൊന്ന് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. സൈഡ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ? ഇത്തിരി വലിയ തലയാണ്. ഉണ്ടോ? ഒരു സൈഡ് നന്നായി വെന്തുണ്ട്. ഈ ഭാഗം കൂടി നന്നായിട്ടൊന്ന് വേവട്ടെ. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ കറി നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. തലയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഇറക്കി വെക്കാൻ പോകുന്നു. ഒന്ന് ഇറക്കി വെക്കാം നമുക്ക്. നമ്മൾ ഇത് കഴിച്ചു നോക്കാൻ പോവാണ്. ആദ്യം തല നിർത്തി ആണല്ലോ. അപ്പോൾ നമ്മുടെ കപ്പയും മീൻ തലക്കറിയും റെഡിയായി വന്നിട്ടുണ്ട്. ഞങ്ങളത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അത് നോക്കിയൊക്കെ ഈ മീനിൻ്റെ തലേൻ്റെ ഉള്ളിലത്തെ ഇറച്ചിയൊക്കെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ചൂടുണ്ട്.
അപ്പം മീൻതലക്കറി ഒരു അടാറ് ടേസ്റ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് സൂപ്പറാണ്. മീനിൻ്റെ തലട കണ്ടോ ഉൾവശത്തായിട്ട് കണ്ടോ അതേമാതിരത്തെ ഇറച്ചികൾ കിട്ടും. അതെടുത്ത് കഴിക്കാൻ നല്ല രസമാണ്, നല്ല ചൂടുണ്ട്. അതെ ഞങ്ങളുടെ ചാനൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് ഞങ്ങളുടെ കൂട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി ഞങ്ങൾ അടിപൊളി വീഡിയോകളായിട്ട് ഇനിയും വരും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.